നമ്മളെവിടെയാ തടവിക്കിടക്കുന്നത്? എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ തടവേതാണ്? നമ്മളെങ്ങനെ തടവിക്കിടക്കുന്നേ? പ്രൈസ് ലോർഡ്. ചില പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ തടവിലാക്കിയിട്ടുണ്ടാകാം. നമ്മൾ ചിലപ്പോൾ ജയിലിലൊന്നും അല്ലായിരിക്കും കിടക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്നാൽ നമ്മുടെ ഹൃദയമോ, ഹല്ലേലൂയ, എത്ര പരപ്പുള്ള ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തിയാലും നമ്മുടെ ഹൃദയം ചില വ്യക്തികൾ പറഞ്ഞ ആ ലൊക്കാലിറ്റിക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുവാണെങ്കിൽ അതൊരു തടവാണ്, അതൊരു ജയിലാണ്. പ്രൈസ് ലോർഡ്. ആരാ കുഞ്ഞെ നിന്നെ കുറിച്ച് പറഞ്ഞത്? ആര് പറഞ്ഞ വാക്കിനകത്താ നീ പെട്ടുകിടക്കുന്നത്? ഒരു പരിധിക്കപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ, ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ പറ്റാതെ, ഒരു പരിധിക്കപ്പുറത്തേക്ക് കൃപകൾ പ്രാപിക്കാൻ പറ്റാതെ, ജീവിക്കാൻ പറ്റാതെ തകർന്ന് തരിപ്പണമാകുന്ന നിലവാരത്തിൽ നീ കിടക്കുന്ന ആ ജയിലറയ്ക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ അഭിഷേകത്തിന് കഴിവുണ്ട്. സ്തോത്രം. ഇങ്ങനൊരു അഭിഷേകമാണ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തടവുകാർ നമ്മളൊക്കെ എവിടെ തടവിക്കിടക്കുക? നമ്മുടെയൊക്കെ ഹൃദയമേ എവിടേക്കോ വലിയ തടവിനകത്താക്കിയിട്ടേക്കുക. വലിയ ജയിലുണ്ടാക്കി മനസ്സുകളെ ജയിലിനാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അനുഭവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, നിങ്ങൾ എവിടേക്കോ പെട്ടുകിടക്കുകയാണ് തോന്നുകയാണെങ്കിൽ, ഇന്ന് കർത്താവിനോട് ഒന്ന് പറഞ്ഞ്, ആ അഭിഷേകത്താൽ എൻ്റെ ഹൃദയത്തിനകത്തുള്ള ആ ജയിലിൽ നിന്ന് പൊട്ടിച്ചു കളയണമേ, ആ കാരാഗ്രഹത്തിൽ നിന്ന് പറിച്ചെറിയണമേ, ആ കാരിരുമ്പ് പോലെയുള്ള ആ അഴികൾക്കകത്ത് എന്നെ ഒന്ന് പുറത്തെടുക്കണമേ എന്ന് നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിച്ചാട്ടെ. പിടിച്ചിട്ട് കിട്ടാത്ത വിഷയങ്ങൾ, ഒരു കാരണവശാലും ഇനിമേൽ എനിക്ക് പുറത്തു വരാൻ പറ്റില്ലെന്ന് നീ വിചാരിച്ച വിഷയങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ മേൽ തന്നെ വന്നിരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്തുള്ള ആഴമേറിയ മുറിവുകളെ, ഹല്ലേലൂയ, വലിയ തടവുകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരിക ദൈവം.